നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാൻ പോകുന്നുണ്ട്. അതിൽ ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് അവരോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നിട്ട് അവർ എന്തോ ഒരു സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് എന്തോ കണക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ ഏതോ മുജന്മ ബന്ധമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പേഴ്സണിനും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചതാണ്, അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സിൻ്റെ ഒരു കളി ഇതിൽ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സണിന് അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ആൻഡ് അവർക്ക് ഈ ബന്ധത്തിൽ എന്താ വേണ്ടത്, നിങ്ങളുടെ പേഴ്സണിന് ഈ ബന്ധത്തിൽ എന്താ വേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം അവർക്കും നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവർക്കും തിരിച്ചറിയുന്നുണ്ടോ, അവർക്കും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. Okay, let's see. King of Wands ആണ്, Two of Pentacles, Knight of Cups, Magician, Three of Wands, Six of Wands, Ace of Pentacles, Sun card, Five of Cups, Devil, Six of Cups. Okay. ഞാനിത് ഡെവിൾ എനർജി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ്, ക്ലാരിഫിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നിങ്ങളോട് ഒബ്സസ്ഡ് ആണ്. ഒബ്സസ്ഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജലസി ഉണ്ടാവാം ചിലവർക്ക്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും വരുന്നതൊന്നും അവർക്ക് സഹിക്കില്ല. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നു എന്ന് അറിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ അവരുടെ അടുത്തുനിന്ന് മാറിയാലോ അവർക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ, അവർക്ക് ആ ഒരു ജലസി ഫീൽ ചെയ്യും. അവർ ചിലപ്പോൾ അത് പുറത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല കേട്ടോ, ഇതൊന്നും തുറന്ന് പറയണം എന്നില്ല, ബട്ട് അവരെ മനസ്സിലുണ്ട്. ഓക്കെ, അവർ പലപ്പോഴും അതൊന്നും തുറന്ന് കാണിക്കില്ല നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ബട്ട് അവർക്ക് ജലസി ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പൊസസീവ്നെസ് ഉണ്ട് അവർക്ക് നിങ്ങളോട്. ഓക്കെ, എന്താ പറയുക, ഒബ്സെഷൻ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ഒബ്സസ്ഡ് ആയിട്ട് ആലോചിക്കാം, ഓക്കെ, ചിന്തിക്കാം. നിങ്ങൾ അവരുടെ മൈൻഡിൽ ഒരു 24/7 ഓടുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മജീഷ്യനും ഉണ്ട്, ഡെവിളും ഉണ്ട്. എവിടെയോ എനിക്കത് വളരെ സ്ട്രോങ് ഫീലിംഗ് വരുന്നത്. അവർ നിങ്ങളെ അങ്ങോട്ട് അടുപ്പിച്ച് നിർത്താൻ അവരെപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കും. നിങ്ങൾ പറയും എന്നെ ബ്ലോക്ക് ചെയ്തു പോയി, എനിക്ക് മെസ്സേജ് റിപ്ലൈ ഇല്ല എന്ന്. പക്ഷേ എവിടെയോ അവർ മനസ്സുകൊണ്ട് അവർ നിങ്ങളെ വിട്ട് കളയുന്നില്ല. ഓക്കെ, അവരുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ വിട്ടു പോകുന്നില്ല. ഓക്കെ, അതായത് അവർക്ക് പേടി നിങ്ങളെ നഷ്ടപ്പെടുമെന്നാണ്. 5 of Cups ആണ് ഇവിടെ. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പറ്റില്ല. അവരത്രയും നിങ്ങളെ ശരിക്കും പിടിച്ചു വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർക്ക് പറ്റില്ല. ഓക്കെ, അവർ മാറി നിൽക്കും. ചിലപ്പോൾ ഈഗോ കൊണ്ട് മാറി നിൽക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാറി നിൽക്കും. എല്ലാം ഉണ്ട്. പക്ഷേ ഓക്കെ, എനിക്ക് വളരെ സ്ട്രോങ് ഫീലിംഗ് വരുന്നുണ്ട്. എന്നിട്ട് അവരിടയ്ക്ക് മാറിപ്പോകുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ടാണ്. എനിക്ക് അത്ര ഈ ഡെവിൾ എനർജി ഇവിടെ, ഡെവിൾ ആൻഡ് മജീഷ്യൻ എനർജി എനിക്കിവിടെ വളരെ സ്ട്രോങ് ഫീലിംഗ് വരുന്നത്. അവർക്ക് അത്രത്തോളം ഒബ്സഷൻ ഉണ്ട് നിങ്ങളോട്. എനിക്ക് നിങ്ങളെ ലൈക്ക് എന്താ പറയുക, നിങ്ങളെ അവരിലേക്ക് അടുപ്പിച്ച് നിർത്താൻ. ഓക്കെ, അവർക്ക് അങ്ങനെയാണ് ആഗ്രഹം. അത് ആ ഒരു വല്ലാതെ ആ ഒരു പുൾ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. സെക്ഷൽ അർജ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് സെക്ഷലി ഉണ്ട്. അത് മാത്രമല്ല അല്ലാതെയും എല്ലാം ഉണ്ട് കേട്ടോ, ലൈക്ക് നോട്ട് ജസ്റ്റ് സെക്ഷൽ അങ്ങനെ പറയരുത്. അത് മാത്രമല്ല, ബട്ട് അവർക്ക് ആ ഒരു വല്ലാത്തൊരു ഒബ്സഷൻ ഫീൽ ചെയ്യും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ പക്ഷെ അത് കൺട്രോൾ ചെയ്ത് അവർ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതവർ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുന്നതും നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതും എല്ലാം, അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ. ഓക്കെ, കാരണം അവർക്ക് അറിയാം അവരുടെ ഉള്ളിൽ എത്രത്തോളം ആ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളോടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, ആൻഡ് ഇവിടെ 2 of Pentacles പറയുന്ന കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. അവർക്ക് തന്നെ തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്ട്രോങ് പുൾ ഫീൽ ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ തോന്നും. ഓക്കെ, ഇവിടെ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് വളരെയധികം അട്രാക്ഷൻ ഉണ്ട് നിങ്ങളോട്. ഓക്കെ, ഒരുപാട് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. കമ്മിറ്റ്മെന്റ് വേണം എന്നും ആഗ്രഹമുണ്ട്. ഇവിടെ ഇതും ആക്ച്വലി വന്നത് പോസിറ്റീവ് കാർഡാണ്. 4 of Wands ആണ്.
ഓക്കെ. സോ ഞാൻ ചോദിച്ചത് ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് ആണ് ആൻസർ കിട്ടിയത്. ആ ഒബ്സഷൻ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒബ്സഷനാണ്. എന്ന് വെച്ചാൽ അവർക്ക് അത്രയും നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം. കമ്മിറ്റ്മെൻ്റ് കാര്യമാണ്. ഇത് രണ്ടും പറയുന്നത് മാരേജിൻ്റെ കാർഡാണ്. അവർക്ക് അങ്ങനെ വേണം എന്ന് തന്നെയാണുള്ളത്. ഓക്കെ. ബട്ട് അവർക്ക് ആൻഡ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർ വളരെയധികം സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്, ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അവർ തരുന്നത് ആക്ച്വലി വളരെ ചെറുതാണ് അവർ കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കാണിക്കുമ്പോൾ വെറും നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. പേജ് ആണ് ഏറ്റവും ചെറുത്, ബട്ട് പോട്ടെ, നൈറ്റ് അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ അവർ തരുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷെ അത് അവർ വളരെ എന്താ പറയുക, അവർക്കറിയാം അവർ തരുന്നത് നിങ്ങൾക്ക് തരുന്നത് പോരാ എന്നുള്ളത് അവർക്കറിയാം നന്നായിട്ട്. ഓക്കെ. ഇവിടെ 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. യെസ്, അവർക്കറിയാം അവർ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല അവർ ചെയ്യുന്നത് എന്നറിയാം. ഓക്കെ. അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി അവർ കാണിക്കുന്നത് അവർക്ക് വേറെ പലതും ഉണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ. പല ഇൻട്രസ്റ്റ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെയാണ് അവർ കാണിക്കുന്നത്. ഓക്കെ. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഓക്കെ അവർ നിങ്ങളെ ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ലൈക്ക് നിങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുന്നതുണ്ടല്ലോ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തരം എന്താ പറയുക, അവർ ജയിച്ചു എന്നുള്ളൊരു തോന്നലാണ്. ഓക്കെ. മറ്റു വേറെ ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ. നിങ്ങളുടെ പിന്നാലെ മേ ബി നിങ്ങളെ കാണാൻ വളരെ അട്രാക്റ്റീവ് ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവും, അവർക്ക് തോന്നുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ പിന്നാലെ ഒരുപാട് പേരുണ്ടാവും. ഓക്കെ. പക്ഷെ അതിൻ്റെ മേലെ നിങ്ങൾ അവരെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് വളരെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. ഓക്കെ. അതായത് അവരുടെ ഒരു പേഴ്സൺ എന്ന രീതിക്കാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ. അവർക്ക് ജയിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് പേഴ്സൻ്റെ അത് നമ്മൾ അവരെ ക്യാരക്ടർ എടുത്താൽ നമുക്ക് മനസ്സിലാവും. അവരിതൊന്നും പുറത്ത് കാണിക്കില്ല. അവർക്ക് നിങ്ങളെ ശരിക്കും കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ആണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾ കൊടുക്കുന്ന കെയർ എല്ലാം അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടത് ശരിക്കും കമ്മിറ്റ്മെൻ്റ് ആണ്. ശരിക്കും ഇത് രണ്ടും കൂടി നോക്കി കഴിഞ്ഞാൽ മാരേജാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ലൈഫ് ഒന്നിച്ച് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നതൊക്കെ. ഓക്കെ. സോ അത്രയും സ്ട്രോങ് ഫീലിംഗ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 3 ഓഫ് wands ഉണ്ട്. യെസ്, ഇതും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മജീഷ്യൻ ആൻഡ് പ്ലാനിങ് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും ഒരു മജീഷ്യൻ പ്ലാനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നിങ്ങളെ അട്രാക്ട് ചെയ്ത് വെക്കുകയാണ് അവർ. ഓക്കെ. നിങ്ങളെ അവരുമായിട്ട് അവർ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കാനുള്ളത് അവർ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ. ചിലപ്പോൾ അവർ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾ അവരെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാം. എനിക്ക് അങ്ങനെയും തോന്നി. അതും ആവാം. അവരെ ഫീലിങ്സ് ഒന്ന് എടുക്കട്ടെ ഞാൻ കുറച്ചുകൂടി. ഓക്കെ. ജസ്റ്റ് അവരെ ഫീലിങ്സ് ആയിട്ട് ക്വസ്റ്റൻ ഒന്ന് ഞാൻ അങ്ങനെ ആ രീതിക്കൊന്ന് ചോദിച്ചോട്ടെ. പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് വ്യൂവറിനോട്? ഞാൻ പറഞ്ഞില്ലേ, സോൾമേറ്റ് കണക്ഷൻ. എനിക്ക് ഒരുപാട് ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു പല ആൻസേഴ്സും. ഓക്കെ. സോൾമേറ്റ് കണക്ഷനാണ് അവർ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അവർക്ക് അത്രയും ഞാൻ പറഞ്ഞ പോലെ സ്ട്രോങ് അട്രാക്ഷൻ, സ്ട്രോങ് പുൾ നിങ്ങളോടുണ്ട്. ഓക്കെ. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വൈസ് ഐ തിങ്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ. ഇവിടെ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ മേ ബി മാരീഡ് റിലേഷൻ, നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലാത്തവർക്ക് ഈവൻ സിംഗിൾ ആണെങ്കിൽ പോലും മേ ബി അവരുടെ ഫാമിലി അങ്ങനത്തെ കമ്മിറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ. സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങളുമായിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നാണ്. ചിലവർക്ക് ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞല്ലോ, കാരണം ഇവിടെ കുട്ടികളും ഒക്കെ ഉണ്ട്. ചിലവർക്ക് ഫാമിലി ഉണ്ടാവാം, മാരീഡ് ആയിരിക്കാം. ഓക്കെ. ബട്ട് നിങ്ങളുമായിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നാണ് അവർക്ക് ശരിക്കും ആഗ്രഹം. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ലൈക്ക് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇവിടെ അവരുടെ ഫീലിങ്സ് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറഞ്ഞ് വരാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ. ചിലവർക്കൊരു മെസ്സേജ് വരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അപ്പോളജി സോറി വരുന്ന കാര്യമാണ്. ഓക്കെ. നിങ്ങൾ തമ്മിൽ ഒരു റിന്യൂവൽ വേണം എന്നാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന നല്ല കാർഡാണ്, അതുകൊണ്ടാണ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങളുടെ പേഴ്സണിനെ ഞാൻ അതാ പറഞ്ഞാൽ അവർക്ക് വളരെയധികം നിങ്ങളോട് സ്ട്രോങ് ഫീലിങ്സ് ആണ്. ഓക്കെ. ബട്ട് അവർ കാണിക്കുന്നുണ്ടാവില്ല, പറയുന്നുണ്ടാവില്ല. ഓക്കെ. എല്ലാം ഫൈൻ. ജസ്റ്റിസ് ഉണ്ട് ഇവിടെ. ഓക്കെ. അവർക്ക് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇവിടെ 9 ഓഫ് സോർഡ്സ് ഉണ്ട്. അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ്, പക്ഷെ അവർ മേ ബി നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ഓക്കെ. അഗെയിൻ ഇവിടെ കിങ് ഓഫ് കപ്സും ഉണ്ട്, കിങ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. ഒന്ന് ഇമോഷണൽ വ്യക്തിയാണ്, ഒന്ന് വളരെ പ്രാക്ടിക്കൽ വ്യക്തിയാണ്. അപ്പോൾ അവർക്കറിയാം ദാറ്റ് അവർക്ക് ന്യായം ചെയ്യാൻ പറ്റില്ല നിങ്ങളോടൊന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ മാരീഡ് സിറ്റുവേഷനൊക്കെ പറഞ്ഞത്. ചിലപ്പോൾ അതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി അഗ്രി ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കാം.
ഓക്കെ. അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട്, നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് ലേശം ഒന്ന് മാറി നിൽക്കുന്നതോ കാര്യങ്ങളോ ഒക്കെ. ഓക്കെ, സോറി, കുറച്ച് കാർഡ്സ് കൂടെ എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. നോക്കട്ടെ, വരുന്ന രീതിയിൽ ഞാൻ പറയാം. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് എന്താണ് നോക്കാം. ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. കൂടുതലൊന്നും പറയാനില്ല, സെയിം കാർഡ്സ് ആണ് വരുന്നത്, സിമിലർ എനർജിയാണ് എനിക്ക് പിക്ക് ചെയ്യാവുന്നത്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. ഓക്കെ, അതൊരു കാര്യം മാത്രമേ ഇവിടെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അത് സാഹചര്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ ഫീലിങ്സ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം മുന്നോട്ട്. നിങ്ങൾ തമ്മിൽ ഒരു കപ്പിളായിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. സോൾമേറ്റ് കാർഡ് വെറുതെ അല്ല വന്നത്. ഓക്കെ, സോൾമേറ്റ് കാർഡ് ഇവിടെ ഉണ്ട് നമുക്ക് ഓൾറെഡി. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഒരു സ്മൂത്ത് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ. ഓക്കെ, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ തീരെ ആഗ്രഹമൊന്നുമില്ല. ഈ റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഉണ്ടാവണം എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, നിങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഇതൊരു തേർഡ് പാർട്ടി എനർജി എടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം ഇവിടെ സിറ്റുവേഷൻ പറയുമ്പോൾ. ഓക്കെ, ബട്ട് അവർ മനസ്സിൽ ഫീലിങ്സിൽ അവർക്കും നിങ്ങൾ എത്രത്തോളം അവരോട് ആ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ, ഓക്കെ, ഡിവൈനായിട്ട് നിങ്ങളെ ഒന്നിപ്പിച്ചാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുക, അതേപോലെ തന്നെയാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ ഒരു ജയിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ഞാൻ പറഞ്ഞില്ലേ. അവർക്ക് വേറെ ആരും ഉണ്ടാവാം അവരുടെ ലൈഫിൽ, പക്ഷെ എവിടെയോ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്ലേസ് ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്ഥാനം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒറാക്കിൾ മെസ്സേജ് കൂടി നോക്കിയേക്കാം. Fate, distance, self-worth, resistance, celebration, avoidance, closed off, guarded, resistance, toxicity, bound patterns, receive, open. ഓക്കെ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, പേഴ്സണിന് വേറെ ഡിസ്ട്രാക്ട് ആയിട്ട് പോയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന തോന്നലാണ് അവർക്ക്. ഓക്കെ, അതുകൊണ്ട് ഇപ്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ആ ഒരു റീസൺ കൊണ്ടാണ്, തേർഡ് പാർട്ടി കാരണമാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കുന്നു, മാറി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ അവരെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, അവർ മാറി നിൽക്കുന്ന തേർഡ് പാർട്ടിയിലേക്ക് പോയതാണ്. ഇവിടെ ചില കാര്യങ്ങൾ ഐ തിങ്ക് ഒരു ടവർ മൊമെന്റ് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ഇടയിൽ. അതാണ് ഇവിടെ ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് വറി ചെയ്യുന്നത്. ദാറ്റ് ഇത് ശരിക്കും ആ പേഴ്സൺ അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അവർക്കും നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടാവാം, സെപ്പറേഷൻ ആയിരിക്കാം. ചിലവർക്ക് ജസ്റ്റ് നോ കോൺടാക്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്വയറ്റ് ആയിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കുന്നു, റിട്രീറ്റ് ഓർ ടൈം ഔട്ട് ഉണ്ട്, കുറച്ചൊരു ബ്രേക്ക് പോലെ. ഓക്കെ, മേ ബി ബ്ലോക്ക് ഒന്നും ചെയ്യണം നിർബന്ധമില്ല. ചിലവർക്ക് ബ്ലോക്ക് ചെയ്തൊക്കെ പോയിട്ടുണ്ടാവാം, വിട്ടുപോയിട്ടുണ്ടാവാം. ചിലവർക്ക് ജസ്റ്റ് അവരൊന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ട്. ഓക്കെ, ഇതും പറയാം, അവോയ്ഡൻസ്. അവർ കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അവർ മാറി നടക്കുകയാണ്, ക്ലോസ്ഡ് ഓഫ് ആണ്, ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല. ഒന്നും കാര്യങ്ങളെ നമ്മൾ തുറന്ന് സംസാരിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷെ അതിനൊന്നും അവർ തയ്യാറല്ല. കാരണം അവരെവിടെയോ പെട്ടിട്ടുണ്ട്, അവരെവിടെയോ ഒരു സിറ്റുവേഷനിൽ പെട്ടിട്ടുണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ടെംപ്ടേഷൻ എന്നാണ് കണ്ടത്. സോ ടെംപ്ടേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ലൈക്ക് ഒരു നെഗറ്റീവ് എനർജി എവിടെയോ ഉണ്ട്. ഓക്കെ, സോ അതിൽ പെട്ട് നിൽക്കുകയാണ് അവരിപ്പോൾ. ഓക്കെ, അതിൽ നിന്ന് അവർ പുറത്ത് വരണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവനവൻ്റെ വാല്യൂ റിയലൈസ് ചെയ്യുക. അങ്ങനെ പേഴ്സണിന് സ്നേഹമുണ്ട്, ഞാൻ പറഞ്ഞു, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർ എന്താ ചെയ്യുന്നത്, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി അവരിങ്ങനെ അങ്ങനെയാണ് അവർ പോയിട്ട് ഈ തേർഡ് പാർട്ടിയിലൊക്കെ പോയി ചാടുന്നത്. ഓക്കെ, എവിടേക്കോ. പക്ഷെ നമ്മൾ ചില റിയാലിറ്റി ഫേസ് ചെയ്യാനുണ്ട്, അത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങൾ പക്ഷേ ഈ സമയത്ത് അവനവനെ കുറിച്ച് കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ കരുതരുത് എന്തോ മറ്റ് തേർഡ് പാർട്ടിക്ക് വേറെന്തോ എന്നെക്കാൾ കൂടുതലുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ എത്ര പ്യുവറായിട്ടാണ് ഒരു പേഴ്സണിനെ സ്നേഹിക്കുന്നത്, അത് തന്നെ നിങ്ങളുടെ ഒരു വലിയൊരു പോയിന്റാണ്.
ഓക്കെ, അപ്പോൾ പേഴ്സൺ അങ്ങനെ വലുതും പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിവേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാ പറയുന്ന യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ തയ്യാറായാൽ മതി റിസീവ് ചെയ്യാൻ. ഓക്കെ, ഓപ്പൺ ടു ബി റിസീവ് എന്ന് പറയുന്നുണ്ട്. ആ സെലിബ്രേഷൻ വരും എന്നാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പേഴ്സൺ തിരിച്ചു വരാനുള്ള സാധ്യതയാണ്, ചിലവർക്ക് ഒരു സോറി വരാനുള്ള സാധ്യതയാണ്. നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, അവർ തിരിച്ചു വരും. ഓക്കെ, ബട്ട് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു അകൽച്ച, ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ് കൂടുതൽ വരുന്നത്. സോ സൂക്ഷിക്കാം. എന്തായാലും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഓക്കെ മനസ്സിലാക്കി നിൽക്കുക. എന്തായാലും നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ എനിക്ക് കാണുന്നുണ്ട്, തിരിച്ചു വരും നിങ്ങളുടെ പേഴ്സൺ. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പേഴ്സൺ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി പോയിട്ടുണ്ടെങ്കിൽ, അവർ ആ ടോക്സിക് ഇതിൽ നിൽക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളും. ഓക്കെ, അവരത് മനസ്സിലാക്കി അതിനെ പൊട്ടിച്ച് വരുന്ന പോലെയാണ് കണ്ടോ, ബൗണ്ടിൽ പൊട്ടിച്ച് വരികയാണ്, എല്ലാം ലൈക്ക് തകർത്ത് വരിക എന്ന രീതിക്കാണ്. സോ അതവർ മനസ്സിലാക്കി അവർ വരട്ടെ തിരിച്ച്. ഓക്കെ, അതുവരെ നിങ്ങൾ അവനവൻ്റെ വാല്യൂ മനസ്സിലാക്കി നിൽക്കുക. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ലോണം. ഓക്കെ, ഈ കണക്ഷൻ അവർക്കും ഡീപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഫേസ് ചെയ്യാൻ അവർ തയ്യാറല്ല, അതാണ്. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.